ഹായ്. ഇന്ന് നമ്മളെന്താന്ന് വെച്ചാല് നമ്മളിന്നലെ കുറച്ച് തിരക്കിലായിരുന്നു. എന്തോ പണി നടക്കുകയായിരുന്നു അല്ലെ? നമ്മളെന്തോ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആശ്രമത്തിലേക്ക് പറഞ്ഞിട്ട് വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ പഴയതോ വെച്ചാൽ നല്ല പഴയതല്ല, നമുക്ക് ഒരു കുറച്ച് തവണ ഇട്ടതോ അല്ലെങ്കിൽ ഒരു 2-3 തവണയൊക്കെ ഇട്ട ഡ്രസ്സോ ടൈറ്റുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടേ നോക്കിട്ട് അച്ഛന്റെ ബനിയനുകളാണ്. ബനിയനും ഷർട്ടൊക്കെ അച്ചെടുത്ത് വെക്കാണ്. അവരിന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മള് പറഞ്ഞു ഇന്നിപ്പോ ഇപ്പൊ എടുത്തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഇന്നലെ സമയമില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇന്ന കൊടുക്കാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ. മുത്തശ്ശി ബാണ്ടക്കെട്ട് അയച്ചാലോ? ബാണ്ട കെട്ടി വെച്ചതാ. ഇങ്ങനത്തെ ഒരു 6 എണ്ണം ഉണ്ടാവും അല്ലേ കവറ്? വേറെ ഉണ്ട്. ഞാൻ റൂമില് അമ്മൂന്റെ ഡ്രസ്സുകളാണ് കൂടുതലും. നല്ലതും ഉണ്ട് കേട്ടോ അതില്. നമ്മളിങ്ങനെ ആക്കി വെച്ചു. ഇതൊക്കെ അമ്മ ഇടുന്നതാ. അതൊക്കെ അമ്മാന്റെ കല്യാണത്തിന് റിസപ്ഷന് വാങ്ങിയ ഡ്രസ്സാ. അതൊന്നും വേണ്ടാവോ? പക്ഷെ അങ്ങനെ ഷോള് മാത്രായിട്ടൊന്നും എടുക്കണ്ടാവില്ല. സെറ്റ് ഉണ്ടോ? അതെ. അതൊന്നും കൊടുക്കാൻ പറ്റില്ല, അത്രയും കീറിയിട്ടുണ്ട്. അത് വേണ്ട മാളു, വേണ്ട. നീ അമ്മായി ഉടുക്കോ അങ്ങനത്തെ സാരി? അത് ഉടുത്തിട്ടേ ഇല്ല സാരി. അത് നല്ല മാളുവിന് പറ്റും. ഇത് നമ്മളെന്താ അറിയോ, പുതിയതും പഴയതൊക്കെ കൂടെ കെട്ടി വെച്ചതാ. ഇത് മാറ്റി വെക്കാം നമുക്ക് പറ്റില്ല. എന്താ വെച്ചാൽ നമ്മള് തടിയുള്ളോണ്ട് ഇത് പൊങ്ങി വെക്കണ ടൈപ്പല്ലേ. അടുത്ത ഭാണ്ഡം അച്ഛ 1 മിനിറ്റ് ഒന്ന് അയച്ചതിന് ശേഷം എടുത്ത് വയ്ക്കുക. അത് തുറന്നു വെച്ചോളൂ. ഇത് വേണോ? ആകെ കൊടുക്ക. മുത്തശ്ശിയുടെ എന്താണ് ഭക്ഷ്യ അതിന് പോയപ്പോൾ ഭക്ഷ്യമേള എന്ന് പറയാൻ കൊണ്ടുവന്നതാ. അതിനുണ്ടായിരുന്ന ഡ്രസ്സ്. ഇത് ആവശ്യം ഉണ്ടാവും അമ്മു? അത് ആവശ്യം ഉണ്ടാവില്ല. ഇനി എന്തേലും നമുക്ക് കളി ഗെയിമോ അഭിനയിക്കാനുള്ള സമയത്തെ ഡോക്ടറൊക്കെ ആയിട്ട് വേഷം കെട്ടാൻ. ഷെഫും ഡോക്ടറായിട്ടും കെട്ടാം വേഷം കെട്ട്. അതൊക്കെ കൊടുത്തോളാം മഞ്ഞസാരിക്ക്. ഒക്കെ അത്രയും ആയണു എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇട്ടിട്ട് ആയണു എന്നല്ല ഉദ്ദേശിച്ചോ. അതൊക്കെ കൊടുക്കാം മുത്തശ്ശി. അതും അമ്മേ അച്ഛൻ മതി നിക്കോ. ഇത് കഴിയട്ടെ എന്നിട്ട് എടുക്കാം. അമ്മ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും മാറ്റി വെക്കും. അത് ഇവിടേക്കോ പറഞ്ഞുള്ളത്. ചുങ്കിടി കളയണ്ട. അമ്മയുടെ പുതിയ ചുരിദാർ അടിക്കാൻ നീല ആക്കെ എടുത്തേക്കാള. അത് പാകാ. നമ്മൾ ഒരുമിച്ച് വെച്ചോന്നേ ഉള്ളൂ, തെരഞ്ഞെടുക്കണം അത്രേ ഉള്ളൂ. അത് കൊടുത്തോളൂ. ഇത് പുതിയതാണ്. അത് ഷോളാ മാളു. അത് വേണോ? ഷോള് വേണോ അമ്മക്ക്? ഇത് ഇട്ടിട്ട് തന്നെ ഇല്ല. അത് ഇടാത്ത ടോപ്പാ. അത് സ്റ്റിക്കർ പോലും എടുത്തിട്ടില്ലേ? നോക്കൂ, അതിലെ കോളർമ സ്റ്റിക്കർ. എന്താ ഇട്ടിട്ടേ ഇല്ലാത്തൊരു ടോപ്പാട്ടോ. ചെറുതാക്കി ഇട്ടാ മതി. അത് പുതിയ ഡ്രസ്സാ. അതിലുണ്ടാവട്ടോ കൊറേ. ഇതിൽ അങ്ങനെ അധികം ഒന്നുമില്ല. എന്നാ ഈ ബാക്കി ഒന്നത് ആ കവറിലേക്ക് തന്നെ ആക്കി വെച്ചോളൂ. അല്ല അതിന്റെ പുതിയതാ, ഇടാത്തതാ മാളു. ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിട്ടേ ഉള്ളൂ.
ആ അമ്മായിക്ക് കൊടുക്കാം. അത് ഞാൻ ഇട്ടിട്ടന്നല്ല. പുതിയതാണ് ഇതൊക്കെ. അതിങ്ങനെ ചുരുട്ടി വെച്ചോണ്ടാണ് അങ്ങനെ ചെയ്യല്. അത് കുട്ടിടും അമ്മ ഇത് ഈ ചോപ്പ്. ഡ്രസ്സ് കുറച്ച് നിവർത്തി കാണിക്കുന്ന പിന്നെ കാണുന്നവർക്ക് എന്തെങ്കിലും കാണാനെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നും കാണാനില്ല. അതിൽ ശരിക്കും ഇത് എന്തൊക്കെയാണ്. ആ അത് കുട്ടൂന് കൊടുക്കാം. അയക്കണ്ട, കുട്ടൂന് വേണ്ടെങ്കിൽ മതി. ഇല്ലേക്കണ്ട. എന്താ പാളു? ആ ബ്ലൗസ് തുണിയാ, അത് കളയണ്ട. അത് നല്ലതാ. ഇതെങ്ങനെയുണ്ട് മാളു ഈ ചുരിദാറ്? ഇതൊക്കെ പാകാ. ഇത് നല്ലതാണ്. മാളുവിന്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ടിട്ട് തന്നെയല്ലേ മാളു? ആണോ? ഇത് ഞാൻ ഇട്ടിട്ട് തന്നെയല്ല. മുത്തശ്ശി കണ്ടോ ഞാൻ ഇട്ടിട്ട്? ഇല്ല മാളു, ഞാൻ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാവും. ആ ഒക്കെ എന്താ അറിയോ, കുറച്ച് വണ്ണം വെച്ചപ്പോ പാകാവാത്തതാ. അപ്പൊ അതുകൊണ്ട് ചിലതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മോ അതെ ഇടാൻ പറ്റും. അതെ ഇടാൻ പറ്റും. അടുത്തടുത്ത് ഒരു സാധനം കാണിക്കാം. അത് എന്താ അന്ന് നമ്മള് എന്തോ ഒരു ഇതെല്ലാരും കണ്ടിണ്ടാവും. മുത്തശ്ശി ഈ ഡ്രസ് ഇട്ടിട്ട് നമ്മളെ അതെ ഇത് ഞാൻ എവിടുന്ന് വാങ്ങി വരുന്ന വണ്ടേ എന്നിട്ട് വാങ്ങി തോന്നുന്നുണ്ട്. അതെന്താമേ? അല്ല അത് നിന്റെയാണേ. ആ അത് കൊടുക്ക. വേണേ കുഞ്ഞാക്ക് ഉടുപ്പറ്റ തുന്നാ. പാവാടയോ ജമ്പററ്റ് തുന്നിട്ട് പാവാട നല്ല നീല. അത് ഞാൻ എന്താ സാരീന്റെ കൂടെ കിട്ടിയ ബ്ലൗസ് തുണിയാ. ഇത് കേട്ടിട്ടില്ല മാളു. പക്ഷെ ഇതിപ്പോ പാകല്ല. ഇത് കൊടുക്കാം. ആ അതൊക്കെ ഇഷ്ടാ. എനിക്ക് ചുങ്കിടിയുടെ ഇഷ്ടാ. ഇത് നന്നിടാ പോകുമ്പോ ഞാൻ. മാളുവിന് ഇഷ്ടായി അത്. ഇത് ഞാനേ ഇതിന്റെ ഏത് ബർത്ത്ഡേക്ക് അമ്മ ഇതിട്ടത്? ആ കൊറോണ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് ഇട്ടതാണത്. ആ അതെ അത് നല്ലതാ. അത് ഞാൻ ഇട്ടുള്ളതാ. പക്ഷെ കാണാണ്ടായിരുന്നില്ലേ, അതുകൊണ്ട്. കഴിഞ്ഞോ? എന്നാ ബാക്കി ആവശ്യമില്ലാത്ത കയ്യില് പെറുക്കിയിടുക. ഇതിലേതൊക്കെയാണ് ഓരോന്ന് തുറന്നിങ്ങനെ കാണിക്കൂ. അതൊന്നും ഞാൻ എന്തായാലും ഇടില്ല. അതൊക്കെ കൊടുത്തോളൂ. ആ അമ്മായിക്ക് കൊടുക്കാം. അമ്മായി ഇടുക. അത് പാകം. അത് പാകമല്ലേ വെച്ച? അല്ല ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നാ പിന്നെ എളുപ്പമായിട്ടൊക്കെ അങ്ങനെ മാറ്റിക്കാലോ. ആ അത് ഞാൻ ഇടണ മുത്തശ്ശി. അത് വേണ്ടല്ലേ? ആ നല്ല ഭംഗിണ്ടായിരുന്നു. നല്ല ബ്രാൻഡഡ് ആണതേ. അത് നല്ല സെറ്ററാ മുത്തശ്ശി എന്റെ. അത് ഞാനേ കുമളിയിലെ സീരിയലിന്റെ ഷൂട്ടിന്റെ സമയത്ത് 100 രൂപയ്ക്ക് വാങ്ങിയ സെറ്റ്. അതൊക്കെ ഇടും മാളു. ആ അമ്മയ്ക്ക് എടുത്തോളൂ. അത് സാരിയൊക്കെ ഇതില് വെക്കേ. ഇതൊന്നും പാകല്ല. അത് കീറ് എന്തോ ചെയ്തണ്ണു. അല്ല കീറ് എന്തോ ചെയ്തണ്ണമ്മേ. അതൊക്കെ അമ്മയ്ക്ക് ഇട്ടോട്ടെ. ആ കപ്പ ഇത്രയൊക്കെ ഡ്രസ് ഉണ്ടായിരുന്നില്ലേക്ക് മറന്നു ഞാൻ. ആ അതെന്റെ നീല ചിക്കൻ കാരിയാ. ആ എന്താ ബ്ലൂ ചിക്കൻ കറി. ഇതൊക്കെ ആകെ 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ആ ഷാള് കൊടുത്തോളൂ. അവരെന്തിനേലൊക്കെ ഇട്ടോട്ടെ. ആ ഏതാ കൊടുക്കണവർ അതില് ഇത് ഇട്ടോളൂ. ഏതോ ഇത് ചെറിയ കൈയാണെങ്കിൽ എനിക്ക് വേണ്ട. പക്ഷെ ഇത് ഇപ്പൊ കിട്ടാ ശരിയാവില്ല. അമ്മ എന്തൊരു സുഖല്ലേ.
നോട്ടോ മുത്തശ്ശി. നോക്കൂ. ആ ചോപ്പ് ആ അത് ക്രിസ്മസിന് എടുത്തത്, അതിപ്പോ പാകാവുങ്ങി. അമ്മായിക്ക് കൊടുക്ക, അപ്പൊ പാകമായെങ്കി. ഇതാ ഇത് നല്ല ഒരു രസമുള്ള ഒരു തുണിയാ, പക്ഷെ ഇത് പാകാവോന്ന് അറിയില്ല. അതാ ഇത് കൊടുക്കുക. ഇതല്ലേ അത് നല്ല, അത് നീ തോന്നിച്ചിട്ടില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇത് വാങ്ങിയിട്ട് ഒരു 6 കൊല്ലം 7 കൊല്ലം ആയിണ്ടാവും ആ തുണി. ഇത് ഞാൻ ഇത് പാകാ, ഇട്ട് കണ്ടിട്ടുണ്ട്. അത് കൊടുത്തോളൂ. അതൊന്നും ഞാൻ അടുപ്പിക്കില്ല എന്തായാലും. അതൊക്കെ പുതിയ ചുരിദാർ തുണിയാ. ഇതിന്റെ കോളേജിലേ അമ്മേ നമ്മുടെ ഫെസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഫെസ്റ്റിന്റെ സമയത്ത് ഞങ്ങക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു യൂണിഫോം ആണിത്. കുഞ്ഞുങ്ങൾക്ക് പട്ടുകോട് അടിക്കാൻ പറ്റും. ആ അത് പറ്റും, പക്ഷെ അതിന് കട്ടിയില്ലല്ലോ. താഴെ ബോർഡർ അല്ലേ കട്ടിയുള്ളൂ. അല്ല ഇവിടെ ഉണ്ട്. അവിടെ എങ്ങനെ കട്ടി? ഷെമിസിട്ടാ പോലെ അത് ഷെമിസിന്റെ തുണി എവിടെ അതിന്റെ അടുത്തുണ്ട്. ആ ബാബുവിന്റെ അടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ഭംഗിയില്ലാണ് ബട്ടർഫ്ലൈ. അതൊന്നും പാകാവില്ല. ഇതൊക്കെ കോളേജിൽ ഇട്ടതായിരുന്നു 6 വർഷങ്ങൾക്ക് മുന്നുണ്ടായ ഞാൻ. ഇത് അതെന്താ മാളു, ഇതെന്താ? ഇതില് അത് കൊടുത്തോളൂ പക്ഷേ ഞാൻ എന്തായാലും ഇടില്ല. ഇതില് ഫുള്ള് ഏതെങ്കിലും ഒരു ചുരിദാർ തുണി തന്നെ. തുണികളാണ്. അല്ല അത് ഡ്രസ്സാ. കേട്ടോ ഇത് നല്ല ഞാനേ തടി കുറഞ്ഞിട്ടിടാൻ വേണ്ടിട്ട് എവിടുന്ന് വാങ്ങി തരാം, കല്യാണെന്ന് ലാർജ് സൈസ് നോക്കി വാങ്ങിയതാ. ആ അത് ഞാൻ സീരിയലില് അന്നിട്ട മഞ്ഞ. അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ അതെ മഞ്ഞയുടെ. വേണ്ട അത് വേണ്ട. ഇത് രസമുണ്ട് കേട്ടോ. അതെ അതെ ലൈനിങ് തുണി ആക്കെ കൊടുത്തോളൂ. ആക്കെ അവരെന്തെങ്കിലും തുന്നെ. എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ? വേറെ ഉള്ള ഇത് ഞാൻ ആദ്യം സൂര്യ മ്യൂസിക്കിന്റെ ഷൂട്ടിന് പോയപ്പോ അമ്മേ ഇതിട്ടത് എത്ര തടികളാണ്. അല്ലേ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ ഡ്രസ്സ്. ഇത് രാമേന്ദ്രന് വാങ്ങിയത് അട്ടക്കുളങ്ങര തിരുവനന്തപുരത്ത്. ആ ഇതും അതെ രാമേന്ദ്രൻ. ഇതൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആക്കെ കൊടുത്തോളൂ മുത്തശ്ശി. ഇതൊക്കെ ഇട്ടോളൂ. ആ ഇതൊക്കെ മുത്തശ്ശി വാങ്ങി തന്നത്. ഇതൊക്കെ മുത്തശ്ശി വാങ്ങി തന്ന ആരുടെ അറിയോ, കണ്ണമ്മാവന്റെ നിശ്ചയത്തിന്. ആ അത് ഞാന് ടിക്ടോക്ക് ചെയ്യണ സമയത്ത് ഇതിട്ടിട്ട്. അതൊന്നും ഇടില്ല. ലാസ്റ്റ് വൺ. ഇത് ബാക്കി വന്ന ഗൗണും കൊണ്ട് തുന്നിയ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടത്. ബാക്കി വന്ന ഗൗണും കൊണ്ട് തുന്നിയ ചുരിദാറാ. പെട്ടി കഴിഞ്ഞു. അപ്പൊ ആ പെട്ടിയിലൊക്കെ അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെയായിരുന്നു. പ്ലെയിന് ആ കറുപ്പാണ്. വെറും പ്ലെയിൻ ആക്കിട്ടേ ഷാളൂടാലോ. ആ ഇത് ശ്രീരാജേട്ടന്റെ വേളിക്ക് തലേന്ന് ഞങ്ങള് ഡാൻസ് കളിക്കാൻ എല്ലാവർക്കും ഒരേ യൂണിഫോം ആയിരുന്നു. അത് നൂർത്തു അല്ല പുറം മറിഞ്ഞതൊന്ന് മാറ്റൂ. ഇത് പാകാവില്ല ശരിക്കും, പക്ഷെ കൊടുക്കണോ വേണ്ടതുള്ള സംശയം. ആ പച്ചയൊന്നും പാകാവില്ല. അതൊന്നും ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല പച്ച. എന്തായാലും വാങ്ങിയില്ലേ മുത്തശ്ശി? ഞാൻ ചോദിക്കാൻ ഇത് നല്ലതൊക്കെ ആ പച്ച പാകാവും. അമ്മായിക്ക് വേണ്ടത് നോക്കിയിട്ട് നല്ലതൊക്കെ എടുത്തോട്ടെ. ഇതൊക്കെ ഒരു പ്രാവശ്യം ഇത് ഇടാത്തതല്ലേ വാങ്ങി വെച്ചേ ഉള്ളൂ. അതൊക്കെ എന്താ ഭംഗി. നോക്കൂ. ഇതിന്റെ അമ്മായിക്ക് ചിലപ്പോ കളറ് 1-2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അത്ര. മുന്നിട്ട് ഇക്ക് പാകല്ലേ. ഇനിയുണ്ട്. വാങ്ങിയതാ സാരി എടുക്കാൻ വേണ്ടി തുണി മാത്രം. അത് കൊടുക്കണ്ട. അത്രയും എന്തേലും ഉടുപ്പെങ്കിലും തുന്നാൻ, ഫ്രോക്കൊക്കെ തുന്നിപ്പിക്കാം. നല്ല ഇഷ്ടായിരുന്നു ഇത്. ഏത് അത് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അതിൽ കയ്യ് ചെറിയ കൈ ആയോണ്ടേ അത് ഞാൻ ഇട്ടിട്ട് തന്നെ ഇല്ല. മുത്തശ്ശിയുടെ കയ്യത്തെ ഇനി തന്നല്ല. നീ ഉണ്ടോ? 8 വണ്ടി കൊണ്ട് വരണ്ടേ അതിനായിട്ട്. അത് ഇത് മാത്രമേ ഉള്ളൂ പ്ലേ 8 എന്നും പറഞ്ഞിട്ടെ. ഇതൊക്കെ നോക്കൂ. ഇതൊക്കെ എന്താ ഭംഗി ഇപ്പോഴും. ഇഷ്ടായിട്ടോ ഇത് ഇട്ടപ്പോ അമ്മന് പണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ഇടലില്ല അമ്മ. അതുകൊണ്ട് അത്ര എന്നാലും ഇരുന്നോട്ടെ. അത് മാക്സി ഒന്നും വേണ്ട, ഒക്കെ കൊടുക്കാം. ഇതൊക്കെ നമ്മളേ അത് തുറക്കൂ മുത്തശ്ശി, നടു ഇതാക്കൂ, നാളേക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് അംബിക ചിക്കമ്മ തന്നത്. ആ അത് മഞ്ഞ, അതൊക്കെ നല്ല ഇഷ്ടമായി മഞ്ഞ. അത് നല്ല ഡ്രസ്സാ. അത് നല്ല, അത് മാളു എടുത്തോളൂ. എനിക്ക് അത് നല്ല മുത്തശ്ശി. അത് വേണ്ട. ഇത് എടുത്തേക്കാലോ. അത് അമ്മയുടെ കയ്യത്ത് എടുത്തേക്കാ, മുത്തശ്ശിയുടെ കയ്യത്ത് ഇതിലിട്ടോളൂ. അതേതാ മാളു?
ഇതും ഇവിടുന്ന് വാങ്ങിയത് ആ കടയിൽ ഇതും വേണ്ട മുത്തശ്ശി. ഇതാണേ ടോപ്പം കൊതുവല എത്ര ടൈപ്പാണിത്. പക്ഷെ നോക്കുമ്പോ ഇതുണ്ടോ ചുരിദാറാണേ. വലിയ പ്ലെയിന് ഇതാ ഇങ്ങനെയുള്ള ചുരുക്കിയ കൊതുവല. ഇതൊക്കെ അമ്മ കോളേജിൽ പഠിക്കുമ്പോ ഉള്ളതാണ്. അതാണ് അമ്മ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവില്ല. അതൊന്നും വേണ്ട മുത്തശ്ശി, അത് കൊടുത്തോളൂ. അതൊന്നും വേണ്ട. ഷോള് ആ പച്ചടല്ലേ മുത്തശ്ശി. ആ അത് അമ്മായിക്ക് എടുത്തോളൂ. കൊടുത്താൽ എന്താ അറിയോ, ചെറുതാക്കി എങ്ങനെയാ കിട്ടി ആ വാടി ഇട്ടു പോവും. അല്ല അതൊക്കെ അമ്മയ്ക്ക് പാകാവുന്ന ടൈപ്പ് തന്നെ. കൊറച്ചൊക്കെ ചെറുതാക്കണം. എന്ത് ഭംഗിയാ കാണാല്ലേ. ആ ഇതിട്ടിട്ട് ഞാൻ ഡാൻസ് കളിച്ചത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. അത് ഈ ഡ്രസ്സായിരുന്നു, എക്സൽ ആയിരുന്നു സൈസ്. നല്ല പാകമായിരുന്നു, നല്ല രസമായിരുന്നു ആ ഡ്രസ്സ്. ആ അതൊക്കെ പാകാം മുത്തശ്ശി. അമ്മയ്ക്ക് ഏതായാലും കുറെ ഡ്രസ് ഉണ്ട്. അതെ മുത്തശ്ശിക്ക് പേടിയാവുണ്ട് ഇത്ര. ഇത് മുത്തശ്ശിക്ക് പേടിയാവും ഇത്ര. അപ്പൊ ഇത് കൊടുക്കാം. മുത്തശ്ശിക്ക് പേടിയാവണതൊന്നും വെക്കണ്ട. അത് മുത്തശ്ശി വാങ്ങി തന്നതാ. അത് കൊടുക്കണ്ട, എനിക്ക് നല്ല ഇഷ്ടമല്ല. അതൊക്കെയൊരു എന്താ പറയാ, എന്താ അമ്മേന് പറയാമേ, അല്ല ഒരു ലക്ഷണം ഉള്ളതിന് എന്താ പറയാ. ആ അതിട്ടിട്ടാ ഞാൻ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ പോണത്. ആ ഇത് നല്ലതാ അമ്മേ. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാ, വലുതാണ്ട ഒന്ന് ഷേപ്പ് ചെയ്താൽ മാളൂന് ഇടാം ഫുൾ ഫ്രോക്കായിട്ട്. ഒന്ന് നീച്ച് ഇതൊന്ന് പിടിച്ചു നിക്കൂ. ഇനി ഇവിടെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ഷേപ്പ് ചെയ്താ മതി. നമ്മളടുത്ത ഡ്രസ്സുകളൊക്കെ ഇതാ കാണിച്ചു തരാട്ടോ. ഇതൊന്നും ഇനി പാകാവില്ലേ അല്ലേ. മാളൂന് പറ്റൂട്ടോ ഈ ഡ്രസ്സ്. ഇതാ പോയി, ഇത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഡ്രസ്സൊക്കെ. മാളൂന് ഭയങ്കര സങ്കടമാണെന്ന്. ഇപ്പൊ പെരിന്തൽമണ്ണയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാ മാളു അംഗൻവാടി പോവാതെ ഇരുന്നത്. അംഗനവാടി പോവാ വിചാരിച്ചായിരുന്നു അല്ലേ. അല്ലേ കുഴപ്പമില്ല, ഞങ്ങള് സിനിമയ്ക്ക് പോണ സമയത്ത് നിങ്ങളിവിടെ വൃത്തിയാക്കിയാലും മതി. ഇതിങ്ങ തന്നെ കിടന്നോട്ടെ, നമുക്ക് വേണേ ഇപ്പൊ പോയിട്ട് വരാം. മതിയോ? എന്നാൽ കഴിയെന്താ പറയുക, ക്രിസ്മസിന് 2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ. അപ്പോഴേക്ക് മാളുവിന്റെ കണ്ണൊന്ന് തുറന്നു. ഇതാ ഇതൊക്കെ കയ്യിൽ വെച്ചോളൂ. ഇതൊക്കെ കോളേജ് പഠിക്കുമ്പോഴുള്ള എന്റെ ഡ്രസ്സൊന്നും അധികം കേടുവല്ലേ. കാരണം പെട്ടെന്ന് വണ്ണ വയ്ക്കുമ്പോ നമ്മള് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സൊന്നും അങ്ങനെ കേടുവരില്ല. പിന്നെ അതുമല്ല, പിന്നെ കൊറേ ഡ്രസ്സുകൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പണ്ടേ അതെ, ഫ്ലിപ്കാർട്ട് എന്ന് അല്ലേ. ഇപ്പൊ നമ്മള് വീഡിയോ കാണുമ്പോ ചിലവര് വിചാരിക്കില്ലേ ഓൺലൈൻ ഇപ്പൊ തുടങ്ങിയിട്ട്. ഒരിക്കലും അല്ല. ഞാൻ എന്റെ ഓൺലൈൻ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറവ്. അല്ലെങ്കിൽ ഞാൻ നല്ലോണം ഓൺലൈൻ വാങ്ങിക്കും. കാരണം എന്താ അറിയോ, കടയിൽ പോയിട്ട് എടുക്കുമ്പോഴേക്ക് എനിക്ക് ഇതിപ്പോ നമുക്ക് ഇഷ്ടമല്ലേ തിരിച്ചയക്കാലോ. പിന്നെ കടയിൽ പോയിട്ട് എടുക്കുമ്പോഴേ നമുക്കിപ്പോ ഇഷ്ടമല്ലെങ്കിലും അവർ ഇത്രയും വലിച്ചിട്ട സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ എന്നുള്ളൊരു മനോഭാവം വരില്ലേ. അപ്പൊ നമുക്ക് പാകലേലും തിരിച്ചയക്കാം, റിട്ടേൺ അയക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓൺലൈൻ ചെയ്യാം. അതൊക്കെ ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചതാ. ഈ ടോപ്പൊക്കെ രസമുണ്ടോ നമ്മള്? ഒരു സൈഡില് ഡിജിറ്റൽ പ്രിന്റും ഒരു സൈഡില് പ്ലെയിനും. ഇതൊക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഇട്ട ഡ്രസ്സുകളാണ്. കാപ്പി കളർ നൈറ്റി പോലെ ഉണ്ട്. അതെ അതെ അതെ. ഇത് വനിത ഫേസ് ഓഫ് കേരള, അതിന്റെ സൗന്ദര്യ പരസ്യത്തിന് പോയപ്പോ ഓർമ്മയുണ്ട്. പക്ഷെ എന്തിന്റെ ഡ്രസ്സിലാണ് മാതൃഭൂമി പേപ്പറിൽ ഈ ഡ്രസ് ഇട്ടിട്ടുള്ള ഫോട്ടോ വന്നു. ഓരോ ഡ്രസ്സിനും ഓരോ കഥ പറയാണ്ട് അല്ലേ. അതെ അതെ. അമ്മായി അത് അവിടെ കൊറേ മടക്കണം കണ്ടോ. അമ്മായി മടക്കി വെച്ചു. സ്പീഡ്
അപ്പൊ അതാട്ടോ നമ്മൾ ഇന്നലെയൊക്കെ തെരഞ്ഞു വെച്ചത് ഇതുപോലത്തെ ഒരു കെട്ടും കൂടെ പൊന്നാൻ കുറച്ചും കൂടി പണിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊണ്ടുവന്നിരുന്നു. ചെറുതാവണാണ് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. വയ്യ ബാക്കിയുള്ളത് ചിലപ്പോ നല്ലതൊക്കെ കൊറേ തെരഞ്ഞെടുത്തില്ലേ. അതെ, ഒരു ദിവസം പണിപ്പെട്ടു. കൂടി എങ്ങനെയൊക്കെ കയറ്റിയത് നിൽക്കാൻ അറിയില്ല. ഒരു ദിവസം പണിപ്പെട്ടു ഇവിടെ നിന്ന് വൃത്തിയാക്കാൻ. അപ്പൊ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി ഏകദേശം. അതെ, അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് കൊടുക്കണത്. ക്ലിയർ ആക്കി വെച്ചത് അവര് കൊണ്ടുപോകാൻ വന്നിട്ടുമില്ല. കട്ട അവിടെ ഇരിക്കുന്നത്. ഇന്ന് വരാന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ. ഇന്നലെ വിളിച്ചപ്പോ ഒന്ന് വരാ പറഞ്ഞു. എന്നാലും ഇന്ന് കൊടുക്കണം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ.